ലെറ്റ് എന്നുള്ള വേർഡ് നിങ്ങളെല്ലാവരും പരിചയം ഉണ്ടാവും. ആ ഒരു കാര്യം ചെയ്യാൻ അനുവദിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ലെറ്റിന് ഉപയോഗിക്കാറുള്ളത്. ലെറ്റ് ഹിം ഗോ, അവൻ പോയിക്കോട്ടെ, ഒരു പെർമിഷൻ, അനുവാദം എന്നുള്ള രീതിയിലാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു വേർഡാണ് ഇത് ലെറ്റ് എന്നുള്ളത്. പിന്നെ അതിലധികം ഗ്രാമറിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷനും ബുദ്ധിമുട്ടുകളും നൂലാമാലകളൊന്നുമില്ല. അപ്പോൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പല സാഹചര്യങ്ങളിലും നമുക്ക് അത് ചെയ്തോട്ടെ, ഇത് ചെയ്തോട്ടെ, അത് പറഞ്ഞൂടെ എന്നുള്ള അർത്ഥത്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ലെറ്റ് ഹിം സ്പീക്ക്, അവൻ സംസാരിച്ചോട്ടെ, ആ അർത്ഥത്തിൽ പെർമിഷനും അപ്രൂവലും സജഷനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും. നമുക്ക് നോക്കാം. ആദ്യം പെർമിഷനായിട്ട് ഉപയോഗിക്കണം ഇതിനെ. ലെറ്റ് മീ ഗോ ടു ദ സ്റ്റോർ, ഞാൻ സ്റ്റോറിൽ പോയിക്കോട്ടെ. ലെറ്റ് മീ, എന്നെ അനുവദിക്കൂ സ്റ്റോറിൽ പോകാൻ എന്നൊക്കെയാണ് അർത്ഥം. ലെറ്റ് മീ ഗോ ടു ദ സ്റ്റോർ. ചില സിനിമയിലും മറ്റുള്ള ഡയലോഗുകളിലും ചിലപ്പോൾ ലെറ്റിനൊന്നും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല. ലെ മീ ഗോ അങ്ങനെ കേൾക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ലെറ്റ് എന്നാണ് പറയുന്നതെന്നും അതിൻ്റെ അർത്ഥം ഇതാണെന്നും മനസ്സിലാവണം. പിന്നെ സജഷൻ ഓർ അപ്രൂവൽ. സജഷനും അപ്രൂവലുമായിട്ടുള്ള സാഹചര്യങ്ങളിലും നമ്മൾ ലെറ്റിന് ഉപയോഗിക്കുന്നുണ്ട്. ഗ്രാമറിന്റെ അധികം കോംപ്ലിക്കേഷൻ ഒന്നും ഇതിലില്ല. ലെറ്റ്സ് ഹാവ് ഡിന്നർ ടുഗദർ. നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. അതൊരു സജഷൻ കൊടുക്കുകയാണ് നമ്മൾ. പ്രപ്പോസൽ, നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ നമ്മൾ സജസ്റ്റ് ചെയ്യുകയാണ്. ഇനി തടയുക, പ്രിവെന്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലും ഡോണ്ട് ലെറ്റ് ദ ഡോഗ് ഔട്ട്, അതിന് പട്ടി പുറത്തു പോകുന്നതിന് തടയുക. ഡോണ്ട് ലെറ്റ് ദ ഡോഗ് ഔട്ട്, പുറത്തു പോകാൻ അതിനെ സമ്മതിക്കരുത്, അതിനെ തടയുക എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ലെറ്റ് ഉപയോഗിക്കുന്നത്. ഹിൻഡർ ചെയ്യുക അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യുക. ഡോണ്ട് ലെറ്റ് ദ ഡോഗ് ഔട്ട്, അപ്പോൾ അത് പട്ടി പുറത്ത് പോകുന്നതിൽ നിന്നും അതിനെ തടയുക എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ നമ്മൾ വാടകയ്ക്ക് ലീസിംഗ് ഒക്കെ കൊടുക്കാറില്ല, റെന്റിനൊക്കെ കൊടുക്കാറുണ്ട്. ദേ ലെറ്റ് ദ അപ്പാർട്ട്മെന്റ് ടു എ ന്യൂ ടെനന്റ്. അവരുടെ അപ്പാർട്ട്മെന്റ് അവരൊരു പുതിയ താമസക്കാരന് വാടകയ്ക്ക് കൊടുത്തു, ലീസിൽ കൊടുത്തു, റെന്റിൽ കൊടുത്തു. ദേ ലെറ്റ് ദ അപ്പാർട്ട്മെന്റ് ടു എ ന്യൂ ടെനന്റ്, അവിടെ ലെറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അതല്ലാതെ ടൈം അലോ ചെയ്യുക. എന്താണ് ടൈം അലോ ചെയ്യുക? ലെറ്റ് ഇറ്റ് കൂൾ ഫോർ എ വൈൽ, അത് കുറച്ച് നേരം ഇരുന്ന് തണുത്തോട്ടെ, അവിടെ സമയം കൊടുക്കലാണ്. അലോ ടൈം, അതവിടെ കുറച്ച് സമയം ഇരുന്നിട്ട് തണുത്തോട്ടെ. ലെറ്റ് ഇറ്റ് കൂൾ, അത് തണുത്തോട്ടെ. ഫോർ എ വൈൽ, അല്പസമയത്തേക്ക്. അപ്പം ഇങ്ങനെയുള്ള ഒരു 4-5 രീതിയിലാണ് ലെറ്റിനെ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് ഒട്ടനവധി സാഹചര്യങ്ങളിൽ, കുറേ അധികം സാഹചര്യങ്ങളിൽ നമുക്കിതിനെ ഉപയോഗിക്കാൻ പറ്റും. അധികം ഗ്രാമറൊന്നും ഇല്ലല്ലോ. ഇപ്പം ഞാൻ സംസാരിച്ചോട്ടെ, ലെറ്റ് മീ സ്പീക്ക്. ഇനി അവൻ പോയിക്കോട്ടെ, ലെറ്റ് ഹിം ഗോ. ഇനി അവനെ പോകാൻ അനുവദിക്കരുതെന്നാണ് പറയുന്നത്. സ്റ്റോപ്പ് ചെയ്യുക, പ്രിവെന്റ് ചെയ്യുക. ഡോണ്ട് ലെറ്റ് ഹിം ഗോ, അങ്ങനെയും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത് കുറച്ച് 1-2 യൂസേജ് ഇതിൻ്റെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചുവട് പിടിച്ചിട്ട് ആയിരക്കണക്കിന് എത്ര സാഹചര്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് സെൻറ്റൻസ് ഉണ്ടാക്കിയിട്ട് പറയാൻ കഴിയും. വലിയ ഗ്രാമറിൻ്റെ ബുദ്ധിമുട്ടുകളും കൺഫ്യൂഷനൊന്നും ഇതിലില്ല. ഓക്കെ, താങ്ക് യു.